ിന് വേണ്ടി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ സദസ്സിലായിരിക്കുന്ന ദൈവജനം, കർത്താവിന്റെ ദാസന്മാർ, വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, ബദേൽ ഇൻഡിപെൻഡന്റ് ചർച്ചകോട് മാങ്കൂട്ടം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ യോഹന്നാൻകുട്ടി അവറുകൾ, ടീമിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, വിശേഷിച്ച് ഈ മീറ്റിംഗ് ഇങ്ങനെ നടക്കുവാൻ വളരെയധികം പ്രാധാന്യം കൊടുത്ത് ഇങ്ങനെ ക്രമീകരിക്കുവാൻ കാരണമായി തീർന്ന ഞങ്ങൾ ബിജു അച്ചാൻ എന്ന കുഞ്ഞുനാൾ മുതൽ വിളിക്കുന്ന കർത്താവിന്റെ ദാസൻ ബിജു പന്തളം അവറുകൾ, ആമേൻ, കൂടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് പകൽ മുഴുവനും ഈ മാങ്കൂട്ടം പ്രദേശത്തിന്റെ ഏനാത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഞങ്ങൾക്ക് സഞ്ചരിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തുവാനുള്ള ഭാഗ്യം ദൈവം നൽകുവാനിടയായി. ശേഷമായി അവസാന മീറ്റിംഗ് ഏനാത്ത് നടത്തിയപ്പോൾ അല്പം സമയം മുന്നോട്ട് പോയതാണ് നമ്മുടെ പ്രോഗ്രാം ഇവിടെ തുടങ്ങുവാൻ അല്പം താമസിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തിടുക്കത്തിൽ നിർത്തേണ്ടത് നിങ്ങളെക്കാൾ അധികം ആവശ്യം ഞങ്ങൾക്കാണ്. കാരണം ഈ ദിവസങ്ങളിലെല്ലാം പകലത്തെ വെയിൽ കൊണ്ട് ഞങ്ങൾ ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി യാത്ര ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശാരീരികമായ ക്ഷീണങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് വേഗത്തിൽ നിർത്തേണ്ടത് ഞങ്ങളുടെയും ആവശ്യമാകിയാൽ തിരുവചന ചിന്തയിലേക്ക് കടക്കുവാനായി താല്പര്യപ്പെടുന്നു. ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഇന്നേക്ക് 41 വർഷത്തിന് മുമ്പ് എന്റെ പിതാവ് ടീമായി കടന്നു വന്ന സുവിശേഷം അറിയിച്ച അതേ മണ്ണിൽ, അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് താൻ ഉയർത്തിയ കർത്താവിനെ ഉയർത്തുവാൻ തലമുറകളാകുന്ന ഞങ്ങൾക്കും കർത്താവ് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പിതാവിന്റെ മകനായി ജനിക്കാൻ ലഭിച്ചത് ആണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സകലമാനവും മഹത്വവും പുകഴ്ചയും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിനയത്തോടുകൂടെ ചില നിമിഷങ്ങൾ ചെലവിടുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. വേഗത്തിൽ ചിന്തയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. ആധാരമായി ആരെങ്കിലും എന്നെ ഒന്ന് വായിച്ച് സഹായിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ളതായ വേദഭാഗങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ളതായ വേദഭാഗങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ വചനത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും, ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ആത്മരക്ഷയുണ്ടേവനും അത് ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും, ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ.
അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ വചനം കാമ്യമാം. ആമേൻ. അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ വചനം കാമ്യമാം. ആമേൻ. സത്യത്തിൽ അതു കാക്കുവാൻ സ്വർഗത്തിൻ ദാനമാം. സത്യത്തിൽ അതു കാക്കുവാൻ സ്വർഗത്തിൻ ദാനമാം. ഒഴിയ നിത്യനാശം കാലിനൊരു പ്രകാശം. ഒഴിയ നിത്യനാശം കാലിനൊരു പ്രകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രന്റെ ഞങ്ങളുടെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തിരുമുറുകം അന്വേഷിക്കുന്നു. ഈ സന്ധ്യയെങ്കിൽ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ ദേശത്തോടും അടിയങ്ങളോടും ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടി കരമുയർത്തി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗമാണ് വായിച്ചു കേട്ടത്. ഇവിടെ കർത്താവിന്റെ അരിമ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അസന്നിഗ്ധമായ യേശുക്രിസ്തുവിന്റെ ഒരു ഉറപ്പേറിയ വാഗ്ദാനമാണ് ഇവിടെ കർത്താവ് തന്നെ തിരുവായ്മൊഴിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം 66 പുസ്തകങ്ങളുടെ സംഹിതയാണ്. 40-ൽ പരം എഴുത്തുകാരാൽ 1500-ലധികം വർഷങ്ങൾ എടുത്തുകൊണ്ട് എഴുതിയ ഈ പുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ വൈരുദ്ധ്യതകളില്ലാതെ ഒരേ സമയത്ത് ഒരേ മാനസിക മനസ്സ് ഒരുപോലെ നിയന്ത്രിതമായിരിക്കുന്ന സമയത്ത്, എഴുതുവാൻ പര്യാപ്തമായ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി വന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒറ്റ ഇരിപ്പിലിരുന്നു കൊണ്ട് എഴുതി തീർത്തതുപോലെ ആശയ വ്യത്യാസമില്ലാതെ ഇതിനകത്ത് സംശയരഹിതമായി ഒരാൾ എഴുതി തീർത്തതുപോലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ അതിനകത്തൊരു ബന്ധം നമുക്ക് കാണാനിടയായി തീരും. എന്നാൽ ചരിത്രപരമായി പഠിപ്പിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ആദ്യ എഴുത്തുകാരനോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള എഴുത്തുകാരന്മാർ തമ്മിൽ കാണാതെ കാലങ്ങളും നൂറ്റാണ്ടുകളും ശേഷമാണ് ഓരോ എഴുത്തുകാർ ജനിക്കുന്നത് പോലും. എന്നിട്ട് എങ്ങനെയായിരുന്നിട്ട് പോലും ഈ പുസ്തകം വായിക്കുമ്പോൾ ഇതിനകത്ത് യാതൊരു മാറ്റങ്ങളുമില്ലാതെ ആശയ വ്യത്യാസമില്ലാതെ ഒരാൾ എഴുതിയതുപോലെ ഇതിനകത്ത് നമുക്കൊരു ബന്ധം കാണാനിടയായി തീരും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം, എഴുതാൻ പലരെ ഉപയോഗിച്ചെങ്കിലും ഇതിനകത്ത് എഴുതാൻ ജനത്തിന് നിയോഗം നൽകിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഇത് മനസ്സിലാക്കുവാൻ ഞാൻ എന്റെ പ്രഭാഷണ വേളയിൽ എല്ലായിടങ്ങളിലും പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞ് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. പ്രത്യേകിച്ച് എനിക്കത് നല്ലതായിട്ട് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയും എന്റെ ഈ അനുഭവത്തിൽ നിന്നും. എന്റെ പിതാവിനെ നിങ്ങൾക്ക് ഒരുമാതിരി എല്ലാവർക്കും അറിയാം. 2 കണ്ണും കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇതുപോലെയുള്ള ടീം തന്റെ ശുശ്രൂഷയുടെ തുടക്ക കാലഘട്ടം മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പ്രോഗ്രാമിന്റെ സമയമാകുമ്പോൾ ഇന്നത്തെ പോലെ ഫോൺ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് താൻ തപാൽ മാർഗം ഉപയോഗിച്ചിരുന്നു ആളുകളെ വിവരങ്ങൾ അറിയിക്കുവാൻ. പ്രോഗ്രാമിന്റെ സീസൺ ആകുമ്പോൾ ഏകദേശം 20-25 ലെറ്ററുകൾ ഞാൻ തന്നെ കൊണ്ടുപോയി തപാൽ പെട്ടിയിൽ ഇട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത്രയും എഴുത്തുകളൊക്കെ താന് ദിവസങ്ങളെടുത്ത് 1, 2, 3 ദിവസങ്ങളെടുത്താണ് ഇത് എഴുതി തീർക്കുന്നത്. എങ്ങനെയാണ് താനിത് എഴുതിയെന്ന് ചോദിച്ചാൽ എന്റെ പിതാവ് ഒരു ലെറ്റർ പോലും എഴുതിയിട്ടില്ല. ടീമിലെ അംഗങ്ങൾ ആരെങ്കിലും അവൈലബിൾ ആയി കിട്ടുമ്പോൾ അദ്ദേഹം പറയും, എനിക്ക് ലെറ്റർ എഴുതണം, എന്നെ ഒന്ന് സഹായിക്കണം. അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് വന്നതായിരിക്കാം, തന്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയായിരിക്കാം ആ സഹോദരൻ വീട്ടിലേക്ക് വന്നത്. എന്നാൽ
എന്റെ പിതാവിന്റെ ഈ ആവശ്യം മാനിച്ച് അവർ അല്പസമയം പിതാവിനോടുകൂടെ ഇരിക്കാൻ താല്പര്യപ്പെടും. അവരവിടെ ഇരുന്നുകൊണ്ട് എഴുതി തുടങ്ങിക്കഴിയുമ്പോഴാണ് അദ്ദേഹം ഞങ്ങളോട് ചോദിക്കും, മോനെ കൊട്ടാരക്കരയ്ക്ക് പോകാൻ ബസിന്റെ സമയം എപ്പോഴാ? ഞങ്ങൾ പറയുന്നുണ്ട്, ഇപ്പൊ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒന്നും ഇല്ല. ഉടനെ പേന താഴെ വെച്ചിട്ട് പറയും, പാർശ്വ ക്ഷമിക്കണം, എനിക്ക് ഇപ്പോഴാ വണ്ടിക്ക് പോയെങ്കിൽ മാത്രമേ എനിക്ക് വീട്ടിലെത്താൻ കഴിയത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് താൻ പേന അവിടെ വെച്ചിട്ട് അദ്ദേഹം പോകും. പിന്നെ പോയി കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പഠനവും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ അവൈലബിളായി കിട്ടുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറയും, മോനെ സമയമുണ്ടെങ്കിൽ വാ. ഞാനും എഴുതി തുടങ്ങി മുന്നോട്ട് പോയി ഏകദേശം ആ എഴുത്ത് പൂർത്തീകരിക്കാറാകുമ്പോഴത്തേനായിരിക്കും അമ്മ പറയുന്നത്, കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ കഴിക്കാനുള്ളൂ. അവിടെ ആ പേന അവിടെ താത്തു വെച്ചിട്ട് ഞാൻ പിന്നെ കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ സ്കൂളിൽ പോകും. പോയി കഴിഞ്ഞാൽ പിന്നെയും അപ്രതീക്ഷിതമായി ആരെങ്കിലും സഹോദരങ്ങൾ വന്നു കഴിയുമ്പോൾ അവരാണ് ഈ എഴുത്തിന്റെ അവസാന ഭാഗം എഴുതിയിട്ട് പിന്നെ അതിനകത്ത് അത് മടക്കി ഒട്ടിച്ച് അതിന്റെ പുറത്ത് എവിടേക്ക് പോകണമോ അതിന്റെ അഡ്രസ് എഴുതി ആ വ്യക്തി പോകുമ്പോൾ അദ്ദേഹം പോസ്റ്റൽ ആ ബോക്സിൽ കൊണ്ടിട്ടിട്ട് പോകും. അപ്പോഴതിനകത്ത് എഴുതാൻ 3, 4, 5 പേര് ചേർന്നായിരിക്കും ഒരു ലെറ്റർ എഴുതിത്തീരുന്നത്. എന്നാൽ ആളുകളുടെ കയ്യിൽ അത് കിട്ടിക്കഴിയുമ്പോൾ തിരിച്ചു മറുപടി വരുമ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഉപദേശിയുടെ ലെറ്റർ എനിക്ക് ഇന്ന ദിവസം കിട്ടി, അതിന്റെ മറുപടിയായിട്ടാണ് എന്ന് പറഞ്ഞ് മറുപടി വരുവാനിടയാകും. സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകും, എന്റെ പിതാവ് ഒരു ലെറ്റർ പോലും എഴുതിയിട്ടില്ല. പക്ഷെ എഴുതാതിരുന്നിട്ടും അങ്ങേ തലയ്ക്കൽ നിന്നുകൊണ്ട് ആളുകൾ പറയാണ്, ഉപദേശിയുടെ ലെറ്റർ ഇവിടെ കിട്ടി എന്ന് അവർ വാദിക്കുകയാണ്. പപ്പയും പറയുന്നത്, ഞാനൊരു ലെറ്റർ അയച്ചല്ലോ, ഒരു എഴുത്തെഴുതി അയച്ചല്ലോ, അത് നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. വലിയ ബുദ്ധിശേഷിയൊന്നും ഇല്ലാത്തവര് കളിയാക്കും, ഇതെങ്ങനെ സംഭവിക്കും, കണ്ണുകാഴ്ചയില്ലാത്തവൻ എങ്ങനെ എഴുതും എന്ന് പറഞ്ഞ് കളിയാക്കും. പക്ഷേ വിവരബോധമുള്ള ആളുകൾ മനസ്സിലാക്കും, തലയാട്ടിയിട്ട് പറയും, അതെ അത് ഉപദേശിയുടെ ലെറ്റർ തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലരുടെ കൈ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും ആശയം ഉപദേശിയുടേതാകിയാൽ അത് ഉപദേശിയുടെ അവകാശത്തിൽപ്പെട്ട ലെറ്ററാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. പലരെഴുതിയെങ്കിലും മുക്കുവന്മാരെഴുതിയിട്ടുണ്ട്, വൈദ്യന്മാരെഴുതിയിട്ടുണ്ട്, അതുപോലെ പല ജീവിതത്തിന്റെ പല തുറകളിൽ ജീവിച്ച ആളുകൾ ഗായകരെഴുതിയിട്ടുണ്ട്, രാജാക്കന്മാരെഴുതിയിട്ടുണ്ട്, അവൻ കവിപര്യന്മാരെഴുതി പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇവരെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിലും ഈ പുസ്തകത്തിന്റെ പേര് ഇവരുടെ എല്ലാവരുടെയും അവകാശത്തിലല്ല ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് യഹോവയുടെ പുസ്തകമെന്നാണ്. ഈ പുസ്തകത്തിന്റെ പേര് യഹോവയുടെ പുസ്തകമെന്നാണ്. കാരണം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ആശയം മുഴുവനും ദൈവം നേരിട്ട് തന്റെ ദാസന്മാർക്ക് അരുളി ചെയ്തത് അവരുടെ കരത്തെ ദൈവം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആശയം ദൈവത്തിൻ്റെതാണ്. ഈ പുസ്തകം 66 പുസ്തകങ്ങളും ഒരുപോലെ കോർത്തിണക്കിയതുപോലെ നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് 66 പുസ്തകങ്ങളെ 39 പുസ്തകവും 29 പുസ്തകവുമായി രണ്ടായിട്ട് വേർതിരിച്ചിരിക്കുക. 39 പുസ്തകങ്ങൾ ആദ്യ ഭാഗങ്ങൾ, അവയെ പഴയ നിയമം എന്ന് പറയുന്നു. എന്തിനാണ് ഇതൊക്കെ ഇവിടെ നിന്ന് പറയുന്നത് ചോദിച്ചാൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതിനകത്തിരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഇതൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ ഈ പരസ്യമായി മീറ്റിംഗ് വെച്ചിരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോകാനല്ലല്ലോ. ഇതിനകത്ത് അറിയാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, അവർക്ക് കാര്യം മനസ്സിലാകണം. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വിസ്തരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ 66 പുസ്തകങ്ങളുള്ള ഈ പുസ്തകത്തെ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ 39 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ നിയമം, ആ പഴയ നിയമം നമ്മൾ പഠിച്ചാൽ പലവിധമായ കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്, പ്രവചനങ്ങൾ എഴുതിയിട്ടുണ്ട്, സാഹിത്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്, ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കോർത്തിണക്കിയതാണ് 39 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ നിയമം എന്ന് പറയുന്നത്. പക്ഷേ ഈ പഴയ നിയമം ആകത്തുക നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. വീണുപോയ മനുഷ്യന് ഒരു വീണ്ടെടുപ്പുകാരൻ പിറക്കാൻ പോകുന്നു. ആ പിറക്കാൻ പോകുന്ന വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് പഴയ നിയമ എഴുത്തുകാരെല്ലാം മുന്നോട്ട് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഒരു മനുഷ്യൻ ജനിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയ മോശ പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയായ ഒരുവൻ ജനിക്കും. യെശയ്യാവ് പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഇങ്ങനെ പ്രവാചകന്മാരും എഴുത്തുകാരും എല്ലാം വിരൽ ചൂണ്ടി പറയുകയാണ്. ആസന്ന ഭാവിയിൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന യഹൂദന്മാരും ലോകരാഷ്ട്രങ്ങൾ മുഴുവനും പ്രതീക്ഷിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്, ഒരു രക്ഷകനുണ്ട്. അവൻ പിറക്കും. എന്ന് പിറക്കുമെന്നറിയത്തില്ല, പക്ഷെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അവൻ പിറക്കുമെന്നുള്ളത്. ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ മലാക്കി പുസ്തകം അവസാനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇനി നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും എന്ന് പറഞ്ഞ പ്രവാചകന്മാരുടെ അവസാന കണ്ണിയായിരിക്കുന്ന മലാക്കി പ്രവാചകനും പ്രവചനത്തിന് കുത്തിട്ട് മാറി നിൽക്കുമ്പോൾ
സ്തോത്രം. ഗലാത്യ പുസ്തകത്തിൽ ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ കാലത്തിന്റെ തികവിങ്കൽ, കാലസമ്പൂർണതയെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജഡാവതാരമെടുത്തു. കാലത്തിന്റെ തികവിങ്കൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ജഡാവതാരമെടുത്തു. ആ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ജഡാവതാരവും താൻ ഈ ഭൂമിയിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളും തന്റെ വരവിന്റെ ആഗമനത്തിന്റെ ഉദ്ദേശങ്ങളും അടങ്ങിയ ഭാഗങ്ങളാണ് 4 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന സുവിശേഷ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സുവിശേഷങ്ങൾ 4 സുവിശേഷം 1 ഉള്ളൂ. സുവിശേഷത്തെ 4 തരത്തിൽ വിശദീകരിച്ചിരിക്കുകയാണ് 4 എഴുത്തുകാർ. നമ്മൾ പെട്ടെന്ന് പറയും 4 സുവിശേഷങ്ങളുണ്ടെന്ന്. 1 മത്തായിയുടെ സുവിശേഷം, 2 മർക്കോസിന്റെ സുവിശേഷം, 3 ലൂക്കോസിന്റെ സുവിശേഷം, 4 യോഹന്നാന്റെ സുവിശേഷം. അപ്പോൾ 4 സുവിശേഷം ഉണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. പക്ഷേ 4 സുവിശേഷമില്ല, സുവിശേഷം 1 ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ ആളത്വത്തെ, വ്യക്തിത്വത്തെ 4 എഴുത്തുകാർ 4 തലങ്ങളിൽ നിന്ന് വിശദീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ വിശദീകരണത്തിലേക്ക് ഞാനിപ്പോൾ പോകാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ യോഹന്നാൻ വിശദീകരിക്കുകയാണ്. ക്രിസ്തുവിന്റെ മാറോട് ചാരി നിന്ന അരിമശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിന്റെ ഉള്ളിലടങ്ങിയിരുന്ന അവന്റെ ആഗമനത്തെ അറിഞ്ഞുകൊണ്ട് യേശുക്രിസ്തു മറിയുടെ സന്തതിയായി ജനിച്ചു വളർന്ന് മുന്നോട്ട് വന്നപ്പോൾ അനുയായികളെല്ലാം കൂടെ ചേർത്ത് ദൈവമാക്കിയ ഒരു ദൈവമല്ല, പിന്നെ അവൻ മുൻപുണ്ടായിരുന്നവനായിരുന്നു. ഉൽപ്പത്തി പുസ്തകവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം കണക്ട് ചെയ്തുകൊണ്ടാണ് യോഹന്നാൻ തന്റെ സുവിശേഷം തന്നെ തുടങ്ങുന്നത്. ഒന്ന് വായിച്ചു കേൾപ്പിക്കുമോ? 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് നോക്കെ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്ന് യോഹന്നാൻ എന്ന പേർ. പിന്നെ താഴോട്ട് പോകുമ്പോൾ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാനെ കുറിച്ചാണ് വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആരംഭ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആദിയിലുണ്ടായിരുന്ന വചനം, സൃഷ്ടികർമ്മത്തിലുണ്ടായിരുന്ന വചനമായി വെളിപ്പെട്ടവൻ, ഇപ്പോൾ വചനമായിരുന്നവൻ ജഡാവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വരികയായിരുന്നു. സ്തോത്രം. ഞാൻ ഈ പ്രഭാഷണത്തിലൂടെ എന്റെ മാന്യ ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കൽ വെളിപ്പെട്ട ക്രിസ്തു, ഇനി വെളിപ്പെടാൻ പോകുന്ന ക്രിസ്തു. എത്രത്തോളം ഈ വിഷയത്തിന്റെ വിശകലനത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ലഭ്യമായ സമയത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഒരിക്കൽ വെളിപ്പെട്ട ക്രിസ്തു, സ്തോത്രം, ഇനി വെളിപ്പെടാൻ പോകുന്ന ക്രിസ്തു. ഒരിക്കൽ അവൻ എന്തിനു വെളിപ്പെട്ടു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ എന്തിന് വെളിപ്പെട്ടു? ഞാൻ മുന്നുദ്ധരിച്ചതുപോലെ, നാം എല്ലാവരും ജനിച്ചതുപോലെ സ്ത്രീ പുരുഷ ഇഷ്ടത്താൽ ജനിച്ചവനല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് തന്നെ വിവിധ സമയങ്ങളിലായി ജീവിച്ചിരുന്ന പ്രവാചക വര്യന്മാർ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിരുന്നു. അങ്ങനെ പ്രവചന തിരുവെഴുത്തുകളിൽ എഴുതിയിരുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാലത്തിന്റെ സമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിലേക്ക് ജഡാവതാരമെടുത്തു. ജഡാവതാരം എന്ന് പറയുന്നതിനേക്കാൾ അല്പം കൂടെ നല്ല വാക്ക് അവൻ വെളിപ്പെട്ടു എന്ന് പറയുന്നതാണ് നല്ലത്. അവൻ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവമല്ലാത്തവയെ ആരാധിച്ചു കൊണ്ടിരുന്ന ജനത്തിന്റെ നടുവിലേക്ക് സാക്ഷാൽ സത്യനിത്യ ദൈവത്തെ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു ഈ ഭൂമിയിലേക്ക്. ഈ ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു എന്തിനാണ് ഭൂമിയിലേക്ക് ആഗതനായത്? വായിച്ച് സഹായിക്കുമോ? യോഹന്നാന്റെ സുവിശേഷം തന്നെ, മത്തായി സുവിശേഷം 4-ാം അധ്യായം 14-15 വാക്യം ഒന്ന് വായിച്ച് സഹായിക്കുമോ? 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ശെബൂലൂൻ ദേശത്ത്, നഫ്താലി ദേശത്തും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു.
യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന്, എന്തിനു വേണ്ടി യേശുക്രിസ്തു ജഡാവതാരം എടുത്തു എന്ന് ചോദിച്ചാൽ, ഇരുട്ടിലിരുന്ന ജനത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കർത്താവ് ഭൂമിയിലേക്ക് ജഡാവതാരം എടുത്തു. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തോടുകൂടെയാണ് കാലത്തിന്റെ വിഭജനം പോലും സംഭവിക്കുന്നത്. ബിഫോർ ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് BC എന്നും, അനോഡോമിനി എന്ന് പറഞ്ഞ് ആഫ്റ്റർ ദ ക്രൈസ്റ്റ്, ആഫ്റ്റർ ദ ഡെത്ത് എന്ന് പറഞ്ഞുകൊണ്ടും, AD എന്നും BC എന്നും രണ്ടായി പോലും കാലത്തെ തിരിച്ചത് നമ്മുടെ കർത്താവിന്റെ ജഡാവതാരം മൂലമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുക്രിസ്തുവിനെ ചരിത്ര പുരുഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഇതിനു മുൻപ് നമ്മുടെ പിതാക്കന്മാർ ഇവിടെ ജനിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ സത്യമാണ് കർത്താവായ യേശുക്രിസ്തുവും ഇവിടെ ജനിച്ചിട്ടുണ്ട്. നമ്മെപ്പോലെ ഈ പാരിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അവന് ദാഹിച്ചിട്ടുണ്ട്, അവന് വിശന്നിട്ടുണ്ട്. അവൻ പാലസ്തീന്റെ പച്ചമണ്ണിലൂടെ സഞ്ചരിച്ചു എന്നുള്ളത് മിഥ്യാധാരണകളല്ല, ചരിത്ര യാഥാർത്ഥ്യമാണ്. സ്തോത്രം. അങ്ങനെ ചരിത്ര പുരുഷനായ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജഡാവതാരം എടുത്ത് വെളിപ്പെട്ട് വന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇരുട്ടിലിരുന്ന ജനത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതെന്താണ്? അന്ന് സൂര്യൻ ഉദിച്ചിരുന്നില്ലേ? യേശുക്രിസ്തുവിന്റെ ജനനത്തിനു മുമ്പ് ഇതുപോലെ സൂര്യൻ ഉദിച്ചിരുന്നില്ലേ? ഇതുപോലെ വെളിച്ചമില്ലായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ജനം ഇരുട്ടിലായിരുന്നു എന്ന് പറയുന്നത്? മൗഢ്യമായ വാക്കുകളാൽ വഞ്ചിക്കരുത് എന്ന് ഒരു പക്ഷെങ്കിൽ എന്റെ മാന്യ ശ്രോതാക്കൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഞാൻ പറയാം, ഇവിടെ നാം ഇന്ന് അനുഭവിക്കുന്നത് പോലെ ദിനരാത്രങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ മനുഷ്യന്റെ ഹൃദയം ഇരുട്ടിലായിരുന്നു. മനുഷ്യന്റെ ഹൃദയത്തിലെ ഇരുളിനെ മാറ്റുവാൻ അക്കാലഘട്ടങ്ങളിൽ മതങ്ങൾ അതിന്റെ അശ്രാന്തമായ പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നു. മതങ്ങളുടെ മാതാവെന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന യഹൂദ മതം, ആ മതത്തിന്റെ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമെല്ലാം വളരെ കർക്കശമായിരുന്നു. ആ മതത്തിനകത്ത് ജീവിക്കാനാണ് മനുഷ്യൻ ആഗ്രഹിച്ചിരുന്നത്. അതിന്റെ ആ നിയമങ്ങളും അതിന്റെ ചട്ടങ്ങളും ലംഘിച്ചാൽ കഠിനമായ ശിക്ഷ ജനത്തിന് കിട്ടുമായിരുന്നു. അവർ ഭയപ്പെട്ടിരുന്നു. അത്രമാത്രം ലോകത്തിൽ നിലനിന്നിരുന്ന എല്ലാ മതങ്ങളിലേക്കാളും അടിസ്ഥാനമുള്ളൊരു മതമായിരുന്നു യഹൂദ മതം. അതിന്റെ ആരാധനയും യാഗങ്ങളും പ്രാർത്ഥനകളും പൗരോഹിത്യങ്ങളും എല്ലാം അത്രയും ചിട്ടപ്പെടുത്തി നിന്നിരുന്നത് കൊണ്ട് മനുഷ്യൻ മതത്തെ ആശ്രയിച്ചു മുന്നോട്ട് പോയി. അങ്ങനെ മതങ്ങളുടെ മാതാവെന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന യഹൂദ മതത്തിനു പോലും മനുഷ്യന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരുന്ന ഇരുട്ടിനെ മാറ്റാൻ കഴിഞ്ഞില്ല. എന്തിനേറെ, മതത്തിന്റെ വക്താക്കളായിരുന്ന പുരോഹിതന്മാർ പോലും നിയമങ്ങൾ ലംഘിക്കാൻ തുടങ്ങി. മലാക്കിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്: നിങ്ങളിൽ ആരും മലിനയാഗം നടത്താതിരിക്കേണ്ടതിന് എന്റെ ആലയത്തിന്റെ വാതിൽ അടച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞാൽ, യാഗങ്ങളും ആരാധനകളും എല്ലാം, മതങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജനത്തെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന് വേണ്ടി, ജനത്തിന്റെ ഉള്ളിൽ വെളിച്ചം നൽകേണ്ടതിന് വേണ്ടി മതങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ ഹൃദയത്തിനകത്ത് പരമാർത്ഥ ഹൃദയത്തിൽ നിന്ന് വരാതെ വെറും കർമ്മമായി മാത്രം അവശേഷിച്ചപ്പോൾ ജനഹൃദയം ഇരുളുകൊണ്ട് നിറയാനിടയായി തീർന്നു. അക്കാലഘട്ടത്തിൽ അത്രയും ജനഹൃദയം ഇരുളായി തീർന്നിരുന്നെങ്കിൽ ഇന്നും അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമൊന്നുമല്ല പ്രിയമുള്ളവരെ. ഇന്നും ജനഹൃദയം ഇരുളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. എന്നാൽ അക്കാലഘട്ടത്തിൽ ജനം ഇരുളിലൂടെ യാത്ര ചെയ്തപ്പോൾ മതങ്ങൾക്കിനി മനുഷ്യനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് മനുഷ്യൻ ചിന്തിച്ചിട്ട് പ്രബുദ്ധരായ ആളുകൾ തത്വചിന്തകളിലേക്ക് തിരിയാൻ തുടങ്ങി. അങ്ങനെയാണ് സോക്രട്ടീസും അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും പൈതഗോറസും ഒക്കെ ജന്മമെടുക്കാനിടയായി തീർന്നത്. ഒരു കൂട്ടം ആളുകൾ മതങ്ങൾ വിട്ട് ചിന്തകളിലേക്ക് പോയി, തത്വചിന്തകളിലേക്ക് പോയി. ഇങ്ങനെയുള്ള ആശയങ്ങൾ നൽകുന്ന സോക്രട്ടീസിന്റെയും അരിസ്റ്റോട്ടിന്റെയും പ്ലേറ്റോയുടെയും പൈതഗോറസിന്റെയും ഒക്കെ ചിന്തകളിൽ വശംവദരായിട്ട് ആളുകൾ, യുവാക്കൾ അങ്ങോട്ട് പലായനം തുടങ്ങി. അവർക്ക് മതങ്ങൾ വേണ്ട, അവർക്ക് ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങളിൽ അടിമപ്പെട്ട് അവർ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ പിറകെ പോകാൻ തുടങ്ങി. അപ്പോൾ ജ്ഞാനം കൊണ്ട് ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാമെന്ന് ആ തലമുറ ചിന്തിക്കാൻ തുടങ്ങി. നോക്കെ, മതങ്ങളിൽ ആശ്രയിച്ചു, മതങ്ങൾക്ക് മനുഷ്യന് രക്ഷ നൽകാൻ കഴിയാതെ വണ്ണം പരാജയം സമ്മതിച്ചു മാറി നിൽക്കുമ്പോൾ മതങ്ങളെയെല്ലാം പുറകോട്ട് മാറ്റിയിട്ട് അക്കാലഘട്ടത്തിൽ ജനിച്ചു വളർന്നു വന്ന തലമുറകൾ അവർ മതത്തെ പുറകോട്ട് മാറ്റിയിട്ട് ജ്ഞാനത്തിനു പുറകെ യാത്ര ചെയ്യാൻ തുടങ്ങി. ബുദ്ധിയുണ്ടെങ്കിൽ, ജ്ഞാനം വളർന്നെങ്കിൽ മാത്രമേ മനുഷ്യന്റെ ഹൃദയത്തിലെ ഇരുള് മാറിപ്പോകത്തുള്ളൂ എന്ന ചിന്തയിൽ ജനം ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ പുറകെ യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ BC 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഗ്രീസിന്റെ തെരുവീതിയിലൂടെ
ഒരു നട്ടുച്ച വേളയിൽ കയ്യിൽ കത്തിച്ച റാന്തലുമായി കടന്നു പോവുകയാണ്. ഭ്രാന്തനായ പ്ലേറ്റോ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത്. ആ മനുഷ്യൻ ഗ്രീസിന്റെ തെരുവീതിയിലൂടെ കത്തിച്ചെടുത്ത റാന്തലുമായി നട്ടുച്ച നേരത്ത് താനിങ്ങനെ കടന്നു പോകുമ്പോൾ ആളുകൾ വിചാരിച്ചു ഈ മനുഷ്യന് ഭ്രാന്തായി തീർന്നു. ബുദ്ധിയെ ആശ്രയിച്ച് ചിന്തിച്ച് മനുഷ്യന് വട്ടുപിടിച്ചു, ഭ്രാന്തായി തീർന്നു എന്ന് ചിന്തിച്ച് ആളുകൾ ഈ മനുഷ്യനെ ഭ്രാന്തനെന്ന് കാണാൻ തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ ആ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് ആ മനുഷ്യനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങ് എന്തിനാണ് ഈ നട്ടുച്ച വേളയിൽ കത്തിച്ച റാന്തലുമായി യാത്ര ചെയ്യുന്നത്? ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വെളിച്ചം അന്വേഷിക്കുകയാണ്. അത് ലോകത്തിന് നൽകുന്ന വലിയൊരു ഒരു സന്ദേശമായിരുന്നു. എന്തായിരുന്നു ആ സന്ദേശം? മനുഷ്യന് വെളിച്ചം കിട്ടാൻ വേണ്ടി മനുഷ്യൻ മതങ്ങളെ ആശ്രയിച്ചു. മതങ്ങൾ മനുഷ്യന് വെളിച്ചം നൽകിയില്ല. അതിനുശേഷം തലമുറ തെരഞ്ഞെടുത്തത് ബൗദ്ധികമായ മേഖലയാണ്. ബൗദ്ധികമായ മേഖലയെ അന്വേഷിച്ചു. അവർ ജ്ഞാനം കൊണ്ട് ലോകത്തിന് വെളിച്ചം കിട്ടുമെന്ന് ചിന്തിച്ചു, ജ്ഞാനത്തിന്റെ പുറകെ പോയി. എന്നാൽ ജ്ഞാനവാദികൾക്കും മനുഷ്യന് വെളിച്ചം നൽകാൻ കഴിഞ്ഞില്ല എന്ന് ആ മനുഷ്യൻ ആ ഒരു പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, മതങ്ങൾക്കോ ജ്ഞാനവാദങ്ങൾക്കോ വെളിച്ചം തരാൻ കഴിയാതെ വണ്ണം ലോകം ഇരുളിലൂടെ യാത്ര ചെയ്യുമ്പോൾ സാക്ഷാൽ വെളിച്ചമായവൻ അവൻ കന്യകയിലൂടെ ഭൂജാതനാകാനിടയായി തീർന്നു. ആ യേശുവിനെ കുറിച്ച് പറയുകയാണ്, അങ്ങനെ സെബുലൂൻ ദേശവും നഫ്താലി ദേശവും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നോക്കെ, സെബുലൂൻ ദേശം, നഫ്താലി ദേശം, ജാതികളുടെ ഗലീല. യഹൂദന്മാർക്ക് മാത്രമല്ല സകല മാനവജാതിയിലേക്കും യേശുക്രിസ്തുവിന്റെ വെളിച്ചം വീശുവാനിടയായി തീർന്നു. ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ പകലിന്റെ വെളിച്ചം അനുഭവിക്കുന്നതല്ല. ഞാൻ പറയട്ടെ, ഇപ്പോഴും ഇരുട്ടിലല്ലേ മാനവ സമൂഹമായിരിക്കുന്നത്? എങ്ങനെ ഇരുട്ടിലാണെന്ന് പറയാൻ, ഇരുട്ടായി കഴിഞ്ഞാൽ ഇപ്പോഴിവിടെ കറണ്ട് പോയെന്ന് ചിന്തിക്കുക. എന്റെ ഇടത്തും വലത്തും ആരൊക്കെയാണ് വന്നു നിൽക്കുന്നതെന്ന് എനിക്ക് കാണാൻ കഴിയത്തില്ല. എന്റെ അമ്മയാണോ, എന്റെ സഹോദരങ്ങളാണോ, എന്റെ പ്രിയപ്പെട്ടവരാണോ, എന്റെ സഭാവിശ്വാസികളാണോ, ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സമയമാണ് ഇരുട്ടിൽ നിൽക്കുന്ന സമയം. തൊട്ടടുത്ത് നിൽക്കുന്ന ബന്ധത്തെ പോലും തിരിച്ചറിയത്തില്ല, പിന്നല്ലേ അകലെ നിൽക്കുന്ന ആളിനെ. അങ്ങനെയെങ്കിൽ ഇന്ന് മനുഷ്യന്റെ മനസ്സ് ഇരുട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജന്മം നൽകിയ മാതാവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് ഞാനിവിടെ നിന്ന് പറയുമ്പോൾ അതെന്താണ് പറയുന്നത് എന്ന് ആരും എന്നോട് ചോദിക്കത്തില്ല. അത് അങ്ങനെ തലയാട്ടി സമ്മതിക്കും. ആ തരത്തിലുള്ള വാർത്തകളാണ് നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടില്ലേ, ഒരു മകൻ മാതാവിനെ വെട്ടിക്കൊന്നു. കൊല്ലുന്നതിന് മുമ്പ് അമ്മയോട് ചോദിച്ച ചോദ്യം ഇത്രമാത്രമാണ്, നിങ്ങൾ എന്തിനാണ് എനിക്ക് ഈ ജന്മം നൽകിയത്? അമ്മ മകന് ജന്മം നൽകി എന്ന ഒറ്റ കാരണത്താൽ മകൻ മാതാവിനെ വെട്ടിക്കൊന്നു. കഴിഞ്ഞ ദിവസം നടന്ന വേറൊരു വാർത്ത നമുക്കറിയാം. സോഫയിൽ ഉച്ചയ്ക്ക് ശേഷം വിശ്രമിച്ചു കിടക്കുന്ന പിതാവിനെ കയ്യിലിരുന്ന കത്തിയുമായി മകൻ നിഷ്കരണം തകർത്തു കളഞ്ഞു. അപ്പനെ അറിയുന്നില്ല, അമ്മയെ അറിയുന്നില്ല, പെങ്ങന്മാരെ അറിയുന്നില്ല, ബന്ധങ്ങളെ അറിയുന്നില്ല. എന്താണ്? ജനം ഇരുട്ടിലായിരിക്കുന്നു. ജനം ഇരുട്ടിലായിരിക്കുകയാണ്. ഈ ഇരുട്ടിലായിരിക്കുന്ന ജനത്തെ വെളിച്ചത്തിലേക്ക് നടത്തുവാൻ അന്നുണ്ടായിരുന്നത് പോലെ ഇന്നും മതങ്ങളുണ്ട്, അതിന്റെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഇന്നും ഭൗതിക ചിന്തകൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആചാര്യന്മാരുണ്ട്, അതിന്റെ ഗുരുക്കന്മാരുണ്ട്, അതിന്റെ ശ്രേഷ്ഠന്മാരുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇവർക്കാർക്കും ജനത്തെ വെളിച്ചത്തിലേക്ക് നടത്താൻ കഴിയാതെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഒരുവന്റെ ഹൃദയത്തിൽ വന്നാൽ അവന്റെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാകും. ഒരുവന്റെ കുടുംബത്തിൽ വന്നാൽ അവന്റെ കുടുംബത്തിന് വെളിച്ചമുണ്ടാകും. യേശുക്രിസ്തുവിന്റെ സന്ദേശത്തിന് ആര് കാതു കൊടുക്കുന്നോ, ഏത് ദേശം അവസരം കൊടുക്കുന്നോ, ആ ദേശത്ത് വെളിച്ചം വീശുവാനിടയായി തീരും. എന്തുകൊണ്ട് നമ്മുടെ നാടിന് ഈ വെളിച്ചമുണ്ടാകാനിടയായി തീർന്നു? 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥമൊക്കെ പഠിക്കുമ്പോൾ ഈ വെളിച്ചം നമ്മുടെ നാടിനില്ലായിരുന്നു. അധപ്പതനത്തിൽ കിടക്കുകയാണ്. സ്ത്രീകൾക്ക് പോലും വെളിച്ചം കണ്ട് പുറത്തു വരാൻ കഴിയത്തില്ലായിരുന്നു. ഇന്ന് നമ്മുടെ സ്ത്രീകൾ, സഹോദരങ്ങള് സ്കൂട്ടി ഓടിച്ചോണ്ടല്ല നമ്മുടെ പെൺകുട്ടികൾ പോകുന്ന ബുള്ളറ്റേലാ പോകുന്നത്. ഞങ്ങളൊക്കെ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോ ഞങ്ങളുമായിട്ട് മത്സരിച്ചാ ചില സഹോദരിമാര് പോകുന്നത്, പിടിച്ചാ കിട്ടത്തില്ല, ആ നിലവാരത്തിൽ പാഞ്ഞു പോകുകയവര്. അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു. PT ഉഷയെ പോലെ ഓടാനോ. നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് നമ്മൾ TV ഓൺ ചെയ്താൽ സഹോദരിമാര് ക്രിക്കറ്റ് കളിക്കുന്നത് കാണാം. എല്ലാ മേഖലയിലും നമ്മുടെ സഹോദരിമാര് രംഗത്ത് വരുവാനിടയായി തീർന്നു.
എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അങ്ങനെ പറ്റിയിരുന്നില്ല. അന്തർജനമെന്ന് പറഞ്ഞ് അകത്ത് ഒതുക്കിയിരുന്നതായിരുന്നു സഹോദരിമാരെ. മാത്രമാണോ, മനുഷ്യനാണെങ്കിലും ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേര് പറഞ്ഞ് അവൻ ഓരോ അതിരുകൾ നിശ്ചയിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ. എല്ലാവർക്കും പഠിക്കുവാൻ അനുവാദമില്ല, എല്ലാവർക്കും പുതിയ ഉടുപ്പോ പുതിയ മുണ്ടോ ഉടുക്കാൻ അനുവാദമില്ല, പുതിയത് ധരിക്കാൻ എല്ലാവർക്കും അനുവാദമില്ലായിരുന്നു. അത് ചിലരിൽ മാത്രം ഒതുങ്ങിയിരുന്നു. ഇന്ന് നമുക്ക് ഏത് ഉടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലേ? പക്ഷേ നമ്മുടെ ഒരു പ്രസിദ്ധ പ്രഭാഷകൻ പറയുന്നത് പോലെ ഇപ്പൊ എങ്ങനെ ഉടുക്കണമെന്ന് അറിയത്തില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഏത് വേണേലും ഉടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, പക്ഷെ നമുക്ക് എങ്ങനെ ഉടുക്കണമെന്ന് അറിയത്തില്ല. തോന്നിയതുപോലെ ഉടുക്കുക, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. പക്ഷെ ഏതുടുക്കാനും സ്വാതന്ത്ര്യമുണ്ട്. മോളെ അങ്ങനെയുള്ള വസ്ത്രം ഉടുക്കരുത്, നാണക്കേടാണ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള വസ്ത്രം ഉടുക്കാൻ സ്വാതന്ത്ര്യം ഇല്ലെന്ന് തിരിച്ചു ചോദിക്കുന്ന പെൺമക്കളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നേ. ഇപ്പോഴവരെ അങ്ങനെ ചോദിക്കാൻ അനുവാദം ആര് കൊടുത്തു? ആ അനുവാദം കൊടുത്ത പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അതെന്താ അങ്ങനെ വന്ന് പറയാൻ കാരണം? വിശുദ്ധ വേദപുസ്തകത്തിന്റെ വക്താക്കളായ മിഷണറിമാര് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോഴാണ് നമ്മളും മനുഷ്യരാണ് എന്ന് അവൻ പഠിപ്പിച്ച് നമുക്ക് സ്വാതന്ത്ര്യം തരുവാനിടയായി തീർന്നത്. ആ ഭാഗം വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ആ മേഖലയിലേക്ക് പോകാതെ ഞാൻ അവിടെ ചുരുക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് കോളറുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് പാൻറിട്ട് ഇടയ്ക്കൂടെ ബെൽറ്റും കെട്ടി ഇൻഷർട്ട് ചെയ്ത് ഷൂവും ഇട്ടുകൊണ്ട് നമ്മൾ വിലസി നടന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങളെ പോലെയുള്ള സഹോദരങ്ങൾ കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പോകുന്ന ആളുകൾ പറയും ഇതിവിടെ പാടില്ല, ഇതിവിടെ പാടില്ല എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ഇദ്ദേഹത്തെ ഇങ്ങനെ വസ്ത്രമുടുക്കാൻ പഠിപ്പിച്ച മാർഗത്തെ കുറിച്ചാണ് ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നതെന്ന ഒരു വെളിവുമില്ലാത്തവനാണ് ഇക്കാര്യം പറയുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് വിഷമമുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ധാർമ്മികമായി ഇരുളിലായിരുന്ന ജനത്തെ, വിദ്യാഭ്യാസപരമായി ഇരുളിലായിരുന്ന ജനത്തെ, ഈ നമ്മുടെ നാടിനെ, ഈ നമ്മുടെ കേരളത്തെ വെളിച്ചത്തിലേക്ക് നടത്തിയ സന്ദേശമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. നോക്കെ, ധാർമ്മികമായ വെളിച്ചം, സാംസ്കാരികമായ വെളിച്ചം, ആത്മീയമായ വെളിച്ചം, ഇങ്ങനെ വെളിച്ചത്തിന്റെ പല പിരിവുകളിൽ മനുഷ്യന് വെളിച്ചത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുത്ത ഒരു മാർഗമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാർഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴാണ് മാനവ ഹൃദയത്തിന്റെ ഇരുള് മാറുവാനിടയായി തീർന്നത്. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുമോ? ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന്, അവൻ വെളിച്ചം നൽകേണ്ടതിന് വേണ്ടി ഈ പാരിലേക്ക് വന്നു. വ്യക്തികൾക്ക് വെളിച്ചം, കുടുംബങ്ങൾക്ക് വെളിച്ചം, സാമൂഹ്യമായ വെളിച്ചം, സമസ്ത മേഖലകളിലും അവൻ വെളിച്ചം നൽകുന്ന ദൈവമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പിതാവേ, മാതാവേ, സഹോദരി, സഹോദരന്മാരെ, ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തവരായി, വെളിച്ചം നഷ്ടപ്പെട്ടവരായി, ഇരുളിന്റെ അനുഭവത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നാളുകളിൽ എന്റെ ഭാവി എന്തായിരിക്കും, എന്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും, എന്റെ ഭാവിയിൽ എന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ജീവിതത്തെ ഓർത്ത് ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കരുത്. നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന എന്നെ നിങ്ങൾ ചൂണ്ടിയിട്ട് പറയാം, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, ആ മനുഷ്യൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നെങ്കിൽ, യേശുവേ, ആ ദൈവം എന്റെ ഹൃദയത്തിലേക്കൊന്ന് ഇറങ്ങി വരണമേ, എന്റെ ഇരുളായിരുന്ന അനുഭവങ്ങൾക്ക് ഒരു വെളിച്ചം വീശി എന്നെയും വെളിച്ചത്തിന്റെ ആ ഒരു മകനാക്കി തീർക്കണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് വേണ്ടി ജീവിക്കാൻ, അവന്റെ ജീവിതം, അവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാൻ മതിയായ ഒരു ദൈവത്തെയാണ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഘോഷിക്കുന്നത്. ഇതിനിടയിലൂടെ അനുഭവ സാക്ഷ്യം പറഞ്ഞ് മുന്നോട്ട് പോകാം. സെമിനാരിയിൽ പഠിച്ച ഏതെങ്കിലും അറിവുകൊണ്ട് നിന്ന് ഘോരഘോരം പറയുകയല്ല, ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഒരുപക്ഷെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, എന്നാൽ അറിയാത്ത ചിലരെങ്കിലും ചുറ്റുപാടുകളിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇവിടെ ഞാൻ ഈ വെള്ളയും ധരിച്ച് ഒരു യോഗ്യനായ നിലയിൽ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നുവെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു പശ്ചാത്തലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കുന്നത്തൂരിന്റെ മണ്ണിൽ ഒരു ചെറിയ കുന്നിൻ ചരിവിൽ ഒരു കർഷക കുടുംബത്തിൽ 5 മക്കളിൽ രണ്ടാമനായി ജനിച്ച് എന്റെ പിതാവ്, ജന്മന അന്ധനായിരുന്ന എന്റെ പിതാവിന് അക്കാലഘട്ടത്തിലെ മാതാപിതാക്കളുടെ അറിവില്ലായ്മയിൽ അവര് ബ്രെയിൻ ലിപിയോ അതുപോലെയുള്ള യാതൊരു വിദ്യാഭ്യാസമോ കൊടുത്തിരുന്നില്ല. ജീവിതം ഇരുളിലൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തന്റെ കൂടെയുണ്ടായിരുന്ന തന്റെ സമപ്രായക്കാരിൽ ഒരുവനായിരുന്ന അയൽവാസി ചോദിച്ചു, നീ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, അപ്പോൾ ഏകദേശം ഒരു
14 വയസ്സായിട്ടുണ്ട് എന്നാണ് എന്റെ പിതാവ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നീ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, നിന്റെ പിതാവ് പ്രായം ചെന്ന് വരികയാ. കുറച്ചു നാളുകൂടെ കഴിയുമ്പോൾ നിന്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ച് വേറെ മാറും, നിന്റെ സഹോദരങ്ങളെ വിവാഹം കഴിപ്പിച്ച് അവരും വേറെ മാറും. നിന്റെ മാതാവും പിതാവും കുറച്ചു കഴിയുമ്പോൾ അന്വേഷിക്കാൻ വഴിയില്ലാത്ത, അവസരമില്ലാത്തവരായി, ആരോഗ്യമില്ലാത്തവരായി ഭവനത്തിൽ ശേഷിക്കും. നിന്നെ ആര് നോക്കും? കുറച്ചു കഴിയുമ്പോൾ അവരും പോകും, ആശ്രയം നഷ്ടപ്പെടും. നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ, എന്നെ പോലെയല്ല കേട്ടോ, നല്ലതായിട്ട് പാടുന്നതായിരുന്നു എന്റെ പിതാവ്. ഞാൻ പാടാനുള്ള ആഗ്രഹം കൊണ്ടൊന്ന് പാടുക, നിങ്ങൾക്ക് വെറുപ്പാണെന്ന് എനിക്കറിയാം, എങ്കിലും ആവേശം കൊണ്ട് ഞാൻ അങ്ങ് പാടി പോന്നതാ, സദയം ക്ഷമിക്കുക. അപ്പോ എന്റെ പിതാവ് പാടാൻ നല്ല കഴിവുള്ളയാളായിരുന്നു. പിതാവ് കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. പപ്പയുടെ അമ്മാച്ചൻ അന്നൊരു ഉപദേശിയാ. അമ്മാച്ചന്റെ കയ്യിൽ നിന്ന് ഇന്ന് കാണാൻ പോലും കിട്ടാത്തൊരു സാധനമുണ്ട്, ടാമറിൻ എന്ന് പറയുന്ന സാധനം. അതൊക്കെ അടിച്ചാന്ന് തോന്നുന്നു എന്റെ പപ്പ ഇവിടെ 40 വർഷങ്ങൾക്ക് മുമ്പ് പാടിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോ പപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വർഗത്തിൽ അങ്ങാണ് ഇത് കൊണ്ടുപോകാൻ പറ്റിയിരുന്നത്, ഞാൻ അവിടെ ഇത് കൊണ്ടുപോയെന്നു. അപ്പോ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടു നടന്ന ഈ ടാമറിൻ ഇത് പാടി എന്റെ അമ്മാച്ചന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ച് ആ ടാമറിനടിച്ച് കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, ചവറ, അടൂര് പ്രൈവറ്റ് ബസ്സുകളിൽ കയറി പാട്ടുപാടി ഭിക്ഷയെടുത്ത് ജീവിക്കുമെന്ന് എന്റെ പിതാവ് പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ പിതാവ് അങ്ങനെ തന്റെ ഭാവിയെ കുറിച്ച് ഒരു കണ്ടെത്തൽ നടത്തി. എന്നാൽ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന എന്റെ പിതാവിലേക്ക് ഇപ്പോൾ വായിച്ച വചനം പോലെ സത്യവെളിച്ചം എന്റെ പിതാവിന്റെ ഹൃദയത്തിലേക്ക് വരുവാനിടയായി തീർന്നു. സെബുലൂൻ ദേശവും നപ്താലി ദേശവും ജാതികളുടെ ഗലീലയും മാത്രമല്ല, കുന്നത്തൂരായിരുന്ന എന്റെ പിതാവിന്റെ ഹൃദയത്തിലേക്കും ആ സത്യവെളിച്ചം ഉദിക്കുവാനിടയായി തീർന്നു. യേശുക്രിസ്തു തന്നെയും തന്റെ സുവിശേഷത്തിന്റെ വക്താവായി തന്റെ 17ാമത്തെ വയസ്സിൽ തിരഞ്ഞെടുത്തു. പാടാൻ കർത്താവ് സഹായിച്ചു. പാടി, അനവധി ഗാനങ്ങൾ പാടി, ഒത്തിരി പാട്ടുകൾ പ്രചാരം നേടി. പക്ഷെ പാടിയത് ഭിക്ഷയ്ക്ക് വേണ്ടിയല്ല, പാടിയത് തന്റെ ഉള്ളിൽ വെളിച്ചം നൽകിയ യേശുവിന് വേണ്ടി പാടാൻ എന്റെ പിതാവിനെ ദൈവം ഉപയോഗിച്ചു. കുന്നത്തൂരിന്റെ മണ്ണിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടുന്ന എന്റെ പിതാവിനെ ഒരു ദിവസം എന്റെ പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ പിതാവ് അനുഭവം പറയുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, കുന്നത്തൂരിൽ ചില നാളുകൾക്ക് മുമ്പ് എല്ലാവരും രാവിലെ എഴുന്നേറ്റും വൈകിട്ടും ചായ കുടിക്കാൻ കടയിലേക്ക് പോകും. എല്ലാവരും ചായ കുടിക്കാൻ കടയിലേക്ക് പോകുന്നത് പപ്പയ്ക്ക് ഒരാഗ്രഹം, ചെറുപ്പമല്ലേ, വെളിയിൽ പോയി ഒരു ചായ കുടിച്ചാൽ എന്താണ്, അതൊരു പ്രത്യേക സുഖമല്ലേ. അങ്ങനെ ചായ കുടിക്കാനായിട്ട് താന് വല്യപ്പച്ചന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചുകൊണ്ട് ചായ കുടിക്കാൻ പോയി. ആ കടയുടെ വാതിലിൽ ചെന്ന് നിന്ന് ചായ ചോദിച്ചപ്പോൾ ആ കടക്കാരൻ ചായ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് മാറി നിന്ന് ചായ കുടിച്ചോണം, ഇവിടെ എങ്ങും എന്ത് ചെയ്യരുത്, നിൽക്കരുത്. കാരണം മാന്യന്മാർ അവിടെ നിന്ന് ചായ കുടിക്കുക, നിനക്ക് അവരോടൊപ്പം നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് മാറി നിന്ന് ചായ കുടിക്കണമെന്ന് പറഞ്ഞ് തന്നെ മാറ്റി നിർത്തി ഒരു ഗ്ലാസ് ചായ ചോദിച്ചത് കൊണ്ട് കൊടുത്തു. എന്നാൽ അതേ സ്ഥലത്തേക്ക് താനൊരു സുവിശേഷകനായതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങി വന്ന് അതേ ചായക്കടയുടെ മുന്നിൽ ചെന്നിട്ട് ആ മുതലാളിയോട് പറഞ്ഞു, മുതലാളി, എനിക്കിവിടെ പരസ്യയോഗം നടത്തണം, ഒരു പ്രസംഗം നടത്തണം, ഈ കടമുറ്റം എനിക്കൊരു സ്വാതന്ത്ര്യം തരുമോ എന്ന് ചോദിച്ചു. അന്ന് നീ എന്ന് പറഞ്ഞ് വിളിച്ച് ഒരു വിലയും കൊടുക്കാതെ മാറ്റി നിർത്തി ആ മുതലാളി തിരിച്ചു പറഞ്ഞു, ഇങ്ങനെയാണ്, ഉപദേശിക്ക് ഞാൻ എന്ത് സഹായം ചെയ്തു തരണം ഇവിടെ പ്രസംഗം നടത്താൻ? പപ്പ പറഞ്ഞു, പ്രത്യേകിച്ച് സഹായമൊന്നും വേണ്ട, ഈ സ്ഥലം എനിക്കൊന്ന് തന്നാൽ മാത്രം മതി, ഈ കടയുടെ മുറ്റത്ത് നിൽക്കാൻ ഒരു അവസരം തന്നാൽ മാത്രം മതി. അങ്ങനല്ല, പ്രസംഗം നടത്തുമ്പോൾ അതിന് ചില ചുറ്റുപാടുകളും ഒരുക്കങ്ങളും ഒക്കെ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് പൈസ പിരിക്കാനായിട്ടിരുന്ന മേശയെടുത്ത് തുടച്ചിട്ട് അതിന്റെ മണ്ടയിലേക്ക് ഒരു വെള്ളമുണ്ട് വിരിച്ചിട്ട് അത് ഫ്രണ്ടിലിട്ട് കൊടുത്തു. ആ കടയ്ക്കകത്തുണ്ടായിരുന്ന കസാരകളൊക്കെ പറക്കി റോഡിൽ നിരത്തി. എന്നിട്ട് പറഞ്ഞു, ഉപദേശിമാരിയ്ക്ക്, ഇവിടെ ഇരിക്ക്, എന്നിട്ട് പ്രസംഗിക്കുന്നവരും പാടുന്നവരും മാത്രം നിന്നാൽ മതി, ബാക്കി എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും ഇരുന്ന് പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം ചായ ഒരുക്കി, സകലവിധ ബേക്കറി സാധനങ്ങളുമായി ചായ ഒരുക്കിയിട്ട് പറഞ്ഞു, ഉപദേശിമാര്, നിങ്ങൾ ഇവിടെ ഇരുന്ന് കൊണ്ട് ചായ കുടിക്കണ്ട, എന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ ഡൈനിങ് ഹാളിൽ മേത്തരമായ നിലവാരത്തിൽ ചായ ഒരുക്കി ഒരിക്കൽ മാറ്റി നിർത്തി എന്റെ പിതാവിനെ വളരെ രാജകീയമായും മാന്യമായ പദവിയോടുകൂടെ വീട്ടിൽ കൊണ്ടുപോയി ചായ സൽക്കാരം കൊടുത്തു. ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം എന്റെ പിതാവിന്റെ ഹൃദയത്തിലേക്ക് വന്നതുകൊണ്ടാണ്. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി.
ഒരു ഭിക്ഷക്കാരൻ എന്ന നിലവാരം മാറിപ്പോയി, ആ ലേവല് മാറിപ്പോയി, ആ അംഗീകരിക്കാൻ കൊള്ളാത്തവൻ എന്ന ലേവല് മാറിപ്പോയി. എല്ലാവരാലും അംഗീകരിക്കുന്ന മാന്യതയുടെ ഒരു മുഖം എന്റെ പിതാവിന് നൽകി. ആ മാന്യതയുടെ പിൻഗാമിയായിട്ടാണ് ഞാനും ഇന്ന് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയാം, യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം കേരളത്തിൽ വന്നതുകൊണ്ടാണ് ഞാനും ഒരാണായി നിലനിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കാനിടയായി തീർന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ കുടുംബത്തിലേക്ക് വെളിച്ചം വീശിയത്, വെളിച്ചത്തിലേക്ക് നയിച്ചത് മറ്റാരുമല്ല, ഞാൻ പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിളും അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവുമാണ്. അങ്ങനെയാണെങ്കിൽ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയട്ടെ, പ്രിയമുള്ളവരെ, ഇരുളിൽ തപ്പിത്തടയുന്നവരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു മുഴം കയറിൽ അസ്തമിക്കണമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരാലും തള്ളപ്പെട്ടിട്ട് ജനിപ്പിച്ച പിതാവോ അല്ലെങ്കിൽ ജന്മം നൽകിയ മാതാവോ ഇവനൊന്ന് മരിച്ചുപോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്ന ആരെങ്കിലും, അങ്ങനെ ചെവി കൊണ്ട് കേട്ടവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നെ ആർക്കും വേണ്ട, എന്റെ കുടുംബത്തിന് വേണ്ട എന്ന് പറഞ്ഞ് തഴയപ്പെട്ടവരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നീയും ദൈവത്തിന്റെ ദാനമാണ്. ജീവിതം നശിപ്പിക്കുവാൻ നിനക്ക് അനുവാദമില്ല. നിന്നെയും ചേർത്ത് പിടിക്കുന്ന ഒരു യേശുക്രിസ്തുവിനെയാണ് ഞാനിവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിന് സമാധാനം തരുവാൻ, ലോകത്തിന് വെളിച്ചം നൽകുവാൻ, വ്യക്തികൾക്ക് വെളിച്ചം നൽകുവാൻ, കുടുംബങ്ങൾക്ക് വെളിച്ചം നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം, ഒരേ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഇവിടെ നിന്നുകൊണ്ട് പറയുവാൻ എനിക്ക് അനവധി ആശയങ്ങളുണ്ടെങ്കിലും ഞാൻ ആ ഭാഗം വിട്ട് അടുത്ത ചിന്തയിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുന്നു. യേശുക്രിസ്തു എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് ജഡാവതാരം എടുത്തു? ഒന്ന്, അവൻ ജനത്തിന് വെളിച്ചം നൽകുവാൻ, ലോകത്തിന് വെളിച്ചം നൽകുവാൻ ഭൂമിയിലേക്ക് ജഡാവതാരം എടുത്തു. രണ്ടാമത്തെ വാക്യം മത്തായി സുവിശേഷം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിച്ച് സഹായിക്കുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണമെന്ന് പറഞ്ഞു. രക്ഷകനായി ജനിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. എന്തിൽ നിന്ന് രക്ഷിക്കണം? മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമായ പാപത്തിൽ നിന്ന് അവന് രക്ഷപ്പെടണം. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് അവന് ഒരു തൊഴിൽ ലഭിക്കാത്തതല്ല, ദൈനംദിന ആവശ്യങ്ങൾ നടക്കാത്തതല്ല. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് അത് നമ്മൾ ചിന്തിക്കുമ്പോൾ വലുതെന്ന് തോന്നുന്നതാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എന്നുള്ളതാണ്. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന്റെ ജീവിതം ക്രമീകൃതമാകത്തുള്ളൂ. മനുഷ്യന്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകണമെങ്കിൽ അവൻ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? അവന്റെ പാപത്തിൽ നിന്ന് അവന് വിടുതൽ പ്രാപിക്കണം. പാപത്തിൽ നിന്ന് ആർക്ക് വിടുതൽ നൽകാൻ കഴിയും? ഞാൻ വേഗത്തിൽ വാക്കുകൾക്ക് വിരാമം കുറിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ആമേൻ. പാപത്തിൽ നിന്ന് ആർക്ക് വിടുതൽ തരാൻ കഴിയും? പ്രിയമുള്ളവരെ, നമുക്കൊരു വീട് വെക്കണമെങ്കിൽ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ആളുകൾ പറയും, നീ ഒരു കാര്യം ചെയ്യും, വസ്തുവെല്ലാം കൂടെ കൊണ്ട് ഇന്ന ബാങ്കിൽ കൊണ്ടുവയ്ക്ക്, ഇപ്പം അധികം പലിശയൊന്നും ഇല്ല, വെച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ജോലിയുണ്ടല്ലോ, ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നതല്ലേ, നിങ്ങൾ വിചാരിച്ചാൽ ആ ലോണ് മാസം അടയ്ക്കുകയും ചെയ്യാം, നിങ്ങൾക്കൊരു വീടും കിട്ടും. അടിസ്ഥാന പ്രശ്നമായി ഒരു പാർപ്പിടമില്ലാത്തതാണെങ്കിൽ അതിനൊരു മറുപടിയായി ലോണ് നമുക്ക് ബാങ്ക് തരും. അവന്റെ അടിസ്ഥാന പ്രശ്നം നിത്യരോഗിയാണോ? ആളുകൾ പറയും, ഇപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ധാരാളമുണ്ട്, ഇന്ന ഡോക്ടറെ പോയി കണ്ടോ, ഞാൻ ഗ്യാരണ്ടി തരികയാണ്, ആ ഡോക്ടറെ അടുത്ത് പോയാൽ നിനക്ക്. അപ്പോൾ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനും ഇവിടെ സാധ്യതകളുണ്ട്. വീട് ലഭിക്കാൻ അവന്റെ അടിസ്ഥാന ഒരു പ്രശ്നമാണ് പാർക്കാൻ ഒരിടം, അതിനും ഇവിടെ വഴികളുണ്ട്. തൊഴിലില്ലായ്മയാണോ? ഒന്നും വേണ്ട, രാവിലെ മുതൽ വൈകുന്നേരം വരെ തൂമ്പയും പിടിച്ചോണ്ട് ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിലിരുന്നാൽ മതി, കേന്ദ്ര ഗവൺമെന്റ് മാസാമാസം നമുക്കിപ്പോ പൈസ തരും അല്ലേ? അങ്ങനെയുള്ള പരിപാടിയും നമ്മുടെ നാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു. ഒരു ജോലിയും ചെയ്യണമെന്ന് അപ്പൊ അമ്മാമ്മമാരൊക്കെ ചിരിച്ചിട്ട് ചിലരൊക്കെ ദേഷ്യത്തോടെ തന്നെ നോക്കുന്നു, പിന്നെ ഞങ്ങൾ ജോലിയൊന്നും ചെയ്യാതാ ഈ പൈസ വാങ്ങിക്കുന്നത്. ഞങ്ങളും കാണുന്നുണ്ട്, ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളും കാണുന്നുണ്ട്. ഞങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ പകലന്തിയോളം കണ്ടം കളച്ച് കിട്ടിയാൽ അവർക്ക് കിട്ടുന്ന 650-700 രൂപയാണ്. ചോദിച്ചു നോക്ക്, ഒരു കണ്ടത്തിൽ പണിയാൻ ചെയ്ത അങ്ങനെ കഷ്ടപ്പെട്ടെങ്കിലേ അവർക്ക് 750 രൂപ കിട്ടത്തുള്ളൂ. ഇതൊന്നും ചെയ്യണ്ട, 3 പേര് ചേർന്നുകൊണ്ട് 2 കൊട്ട മണ്ണിങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലി തീർന്നു.
അപ്പൊ ജീവിക്കാനുള്ള പ്രശ്നത്തിനും ഇവിടെ പരിഹാരമായി. ജോലിയില്ലായ്മ അത് മാറി. വീടില്ലയോ, അതിനുമുള്ള മാർഗങ്ങളുണ്ട്. രോഗമാണോ, അതും പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷേ അവന്റെ ഏറ്റവും അകതാരിലുള്ള ഒരു വലിയ പ്രശ്നമാണ് പാപത്തിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രമാകണം. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമാണ് പാപത്തിൽ നിന്നുള്ള വിടുതൽ. ഇതിനകത്തൊരു മറുമരുന്ന് തരാൻ ആർക്കാണ് കഴിയുക? പാപത്തിൽ നിന്ന് മനുഷ്യരെ സ്വതന്ത്രമാക്കുവാനുള്ള മറുമരുന്ന് കൊടുക്കാൻ ആർക്കാണ് കഴിയുന്നത്? അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങളിലാണ് മനുഷ്യൻ മുഴുവനും. അതിനുവേണ്ടിയുള്ള യാത്രകളിലാണ് മനുഷ്യൻ മുഴുവനും. പാപമാണ് മനുഷ്യന്റെ ഹൃദയത്തിലെ സമാധാനമില്ലാതെയാക്കുന്നത്. പാപമാണ് കുടുംബങ്ങളെ അകറ്റിക്കളയുന്നത്. കുടുംബജീവിതത്തിൽ ഭാര്യ വേറെ, ഭർത്താവ് വേറെ, മക്കൾ വേറെയായിട്ട് ഒരു ഐക്യതയുമില്ലാതെ കുടുംബത്തിൽ തന്നെ അങ്ങനെ കഴിയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ജീവിതത്തിൽ ഒരു ക്രമീകരണത്തിലേക്ക് വരാൻ കഴിയാത്തതിന്റെ അടിസ്ഥാന കാരണം പാപമാണ്. ഈ പാപത്തിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രമാകാതെ ജീവിതത്തെ പണിയാൻ ശ്രമിച്ചാൽ അത് പണിതുകൊണ്ടുവരും, തകർന്ന് താഴെ വീഴും. വീണ്ടും പണിതുകൊണ്ടുവരും, അത് തകർന്ന് താഴെ വീഴും. കാരണം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അപ്പോൾ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ കൗൺസിലി കൊണ്ടോ അറിവ് കൊണ്ടോ പണിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമില്ലെങ്കിലും കുഴപ്പമില്ല, കൗൺസിലർമാരുണ്ടല്ലോ, അവരുടെ വാക്ക് കേട്ട് ഞങ്ങൾ പണിതോളാം, ദൈവത്തെ വിട്ടാലും ഞങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമായി പോകാം എന്ന് ചിന്തിച്ചാലും നീ പണിതുയർത്തിക്കൊണ്ട് വരുമ്പോൾ ഒരു ദിവസം അതെല്ലാം കൂടെ താഴെ വീഴും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും മാറ്റമില്ലാത്ത തിരുവചനം ഇങ്ങനെയാ പറയുന്നത്, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നത്തിന് കാരണം പാപമാണ്. ഈ പാപത്തിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ സ്വതന്ത്രമാകാൻ കഴിയും? വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തുന്നത്. പാപത്തിൽ നിന്ന് മനുഷ്യന് സ്വതന്ത്രമാകണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, പാപത്തെ സ്വതന്ത്രമാക്കുവാൻ കഴിയുന്നവനെ തിരിച്ചറിയുക. പാപം ചെയ്യാത്തവനെ തിരിച്ചറിയുക. ആരാണ് പാപം ചെയ്യാത്തവൻ? ആരിലാണ് പാപമില്ലാത്തത്? കവലപ്രസംഗങ്ങളിൽ ഇന്ന് പകൽ മുഴുവനും ആ വാക്യങ്ങൾ ഞങ്ങൾ ഉരുവിടുകയായിരുന്നു. ആരാണ് പാപമില്ലാത്തവൻ? ആ അന്വേഷണം നടത്തി ചെന്നാൽ അത് ചെന്നെത്തി നിൽക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. ഇവിടെ വായിച്ച വാക്യത്തിൽ തന്നെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് വിടിവിപ്പാൻ ഇരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ മാനവ സമൂഹത്തിന്റെ ഹൃദയത്തിലെ പാപത്തെ അകറ്റുവാൻ ഭൂമിയിലേക്ക് ജഡാവതാരം എടുത്തതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ലോകത്തിന് വെളിച്ചം തരുവാൻ ഭൂമിയിൽ ജനിച്ചവൻ കർത്താവായ യേശു ക്രിസ്തു മാനവ സമൂഹത്തിന്റെ പാപത്തെ അവനിൽ നിന്ന് കഴുകിക്കളയുവാൻ ഭൂമിയിലേക്ക് ജഡാവതാരം എടുത്തവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വിസ്തരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിന്റെ ചുരുക്കം കൊണ്ട് വിസ്താര ഭയത്തിൽ ഞാൻ ആയിരിക്കുന്നു, വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, പാപത്തിൽ നിന്ന് വിടുവിക്കാൻ കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? പാപത്തിൽ നിന്ന് മനുഷ്യരെ വിടുവിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? ദൈവമായിരിക്കുമ്പോൾ തന്നെ അവന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുന്നവനല്ല ദൈവം. പാപം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. പക്ഷേ അങ്ങനെയായാൽ തിരുവചനം തിരുത്തേണ്ടി വരും. എന്താണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്? പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ എഴുതിയിരിക്കെ യേശുക്രിസ്തു ഒരു സുപ്രഭാതത്തിൽ സകല മാനവജാതിയുടെയും പാപത്തെ താൻ തന്നെയായിട്ട് വേണ്ട എന്ന് വെച്ച് പാപത്തിന് പരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതിന് മാറ്റം വരികയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? തിരുവചനം അതുപോലെ തന്നെ നടക്കുകയും വേണം, അതിന്റെ നീതി അതുപോലെ തന്നെ നടക്കുകയും വേണം. താൻ സ്നേഹിക്കുന്ന പാപിയെ ദൈവത്തിന് രക്ഷിക്കുകയും വേണം. നോക്കെ, ദൈവത്തിന്റെ നീതി നിലനിൽക്കുകയും വേണം, പാപി മരിക്കാതെ രക്ഷപ്പെടുകയും വേണം. അതിനുവേണ്ടി തിരുവചനത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന ചോദ്യത്തിനു മുമ്പിൽ സ്വർഗം മൗനമായിരുന്നു. ആരും എന്നെ അയക്കണമേ ഞാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റില്ല. അതിനു മുമ്പ് ദൂതസഞ്ചയങ്ങൾ, ദൈവത്തിന്റെ ദൂതുവാഹികളായ ദൂതന്മാർ ഏത് കാര്യമുണ്ടെങ്കിലും തന്റെ ദാസന്മാരെ അറിയിക്കേണ്ടതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നും താണലോകത്തേക്ക് വന്നിരുന്നു. എന്നാൽ പാപപരിഹാരത്തിന് വേണ്ടി ആര് പോകുമെന്ന ചോദ്യത്തിന് മുന്നിൽ
ആരും മറുപടി പറയാതെ മൗനമായിരുന്നപ്പോൾ പിതാവിനോടുകൂടെ സൃഷ്ടികർമ്മത്തിലുണ്ടായിരുന്ന വചനമായിരുന്ന ക്രിസ്തു എഴുന്നേറ്റ് പറഞ്ഞു, അടിയനെ അയക്കണമേ, അടിയൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവമായിരുന്നവൻ ജഡത്തിൽ വെളിപ്പെടുവാൻ ഈ ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പാടുന്നത്, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ, മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ, ആമേൻ. മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. അറിയാവുന്നവർ ചേർന്ന് പാടുക, വാഴ്ത്തിടുന്നു 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 ഞാൻ, ആമേൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ, എന്റെ രക്ഷകനെ നന്ദിയോട് വാഴ്ത്തിടുന്നു ഞാൻ, എന്റെ രക്ഷകനെ നന്ദിയോട് വാഴ്ത്തിടുന്നു ഞാൻ, പാതകർക്കായി നീതി വഴി ഓതി തന്നോനേ, പാതകർക്കായി നീതി വഴി ഓതി തന്നോനേ, ഈ പാരിടത്തിൽ നിന്നെയോർത്തു വാഴ്ത്തിടുന്നു ഞാൻ, ഈ പാരിടത്തിൽ നിന്നെയോർത്തു വാഴ്ത്തിടുന്നു ഞാൻ. പാതകർക്ക് പോലും നീതി വഴി ഓതി തന്നവനെ, ഈ പാരിടത്തിൽ അങ്ങയോർത്ത് ഞാൻ വാഴ്ത്തുകയാണ്. മനുഷ്യന് വെളിച്ചം നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തു ജഡാവതാരമെടുത്തു. മനുഷ്യന് പാപപരിഹാരം നൽകുവാൻ അവിടുന്ന് ഭൂമിയിൽ ജഡാവതാരമെടുത്തു. അവിടെ കൊണ്ട് തീർന്നില്ല, പാപപരിഹാരാർത്ഥം അവൻ ക്രൂശിന്മേൽ കയറി. പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി കർത്താവ് തന്റെ രക്തത്തെ ഒഴുക്കി. പാപത്തിന്റെ മറുവിലയായി പിശാചിനല്ല ദൈവം ക്രിസ്തു രക്തം കൊടുത്തത്, ദൈവത്തിന്റെ നീതിക്കാണ് അവൻ രക്തം കൊടുത്തത്. നാം എല്ലാം വിചാരിക്കും മറുവിലയായെന്ന്. മറുവിലയായെങ്കിൽ ആർക്കാണ് ആ വില കൊടുത്തത് എന്നൊരു ചിന്ത വരും. പിശാചിനാണോ? പിശാചിനല്ല, ദൈവത്തിന്റെ നീതിക്ക് അവൻ വില കൊടുക്കാനിടയായി തീർന്നു. അങ്ങനെ ക്രൂശിൽ വെച്ച് ക്രിസ്തുയേശു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി. ക്രൂശിൽ വെച്ച് പാപത്തിന് പരിഹാരം വരുത്തിയ ക്രിസ്തുവിനെ അരിമത്യക്കാരൻ യോസഫിന്റെ കല്ലറയിൽ അടക്കിക്കഴിഞ്ഞപ്പോൾ മരിച്ചുപോയ യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്ക് റോമൻ പടയാളികൾ കാവൽ നിർത്തി. ക്രിസ്തു മരിച്ചിട്ടും ക്രിസ്തുവിനെ ഭയമായിരുന്നു. റോമൻ പടയാളികളെ കാവൽ നിർത്തി. എന്നാൽ വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പറഞ്ഞ പദമാണ് അവസാന വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിഞ്ഞത്, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ. ഒരു പ്രത്യാശയുടെ വാക്കാ പറഞ്ഞത്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയുടെ വാക്യം പറഞ്ഞപ്പോൾ പോലും കയ്യും കെട്ടി, വരുമെങ്കിൽ വരട്ടെ, ഇരിക്കുന്നിടത്ത് ഇരുത്തെങ്കിൽ ഇരിക്കാം, ഇല്ലെങ്കിൽ പിന്നെ വേറെ എവിടെങ്കിലും ഇരിക്കാം എന്ന നിലയിൽ ഇരിക്കുന്ന ആളുകളെയാ ഞാനിപ്പോൾ ഇവിടെ കാണാനിടയായി തീർന്നത്. എന്നാൽ നമ്മുടെ പ്രത്യാശയാണ് ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഇരുത്തുമെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ ആ വാക്കാണ് നമ്മെ ഈ കൈയടിക്കാനും പാട്ടുപാടാനും ആരാധിക്കാനും പ്രേരിപ്പിക്കുന്നത്. ആഹാരത്തിന് വേണ്ടിയോ വീടിന് വേണ്ടിയോ പാർപ്പിടത്തിന് വേണ്ടിയോ ഈ മാർഗത്തിലേക്ക് വന്നവരാണെങ്കിൽ അത് കിട്ടാതെ വരുമ്പം പിന്മാറിപ്പോകും. എന്നാൽ ഇവയൊന്നും കിട്ടുന്നില്ലെങ്കിലും പ്രത്യാശ മുഖത്തോടുകൂടെ ചെറ്റക്കുടലിൽ വസിക്കുന്ന ആളുകൾ പോലും സന്ധ്യാസമയത്ത് പ്രാർത്ഥന നിർത്താതെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പാടി എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോകുന്നു. ലഭിക്കുന്ന സമയങ്ങൾ പ്രാർത്ഥനയ്ക്കും കൂട്ടങ്ങൾക്കും എല്ലാം പോകുന്നത് എന്താണെന്നറിയാമോ? പിന്നെയും വരുമെന്ന് പറഞ്ഞവനോടുകൂടെ പോകാനുള്ള ഒരുങ്ങാനുള്ള സമയം താൻ അതിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രത്യാശ സന്തോഷം എന്തൊക്കെയാണെന്നറിയാമോ? ഇരിക്കുന്ന ഇടത്ത് ഇരുത്താമെന്ന് പറഞ്ഞ ദൈവം. സ്തോത്രം. ഒന്നും വേണ്ട, മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് സെൽഫി എടുക്കാൻ നമുക്ക് പറ്റിയാലുള്ള സന്തോഷം ഒന്ന് ചിന്തിച്ചു നോക്കെ.
നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ ഈ മാങ്കൂട്ടത്തിലോ കൈതപ്പറമ്പിലോ എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഏഴയിൽ തടുക്കാൻ പറ്റില്ല. അത് വേറൊരു കാര്യം. അതിന്റെ ആളുകളും അതിന്റെ സന്നാഹങ്ങളുമായിട്ട് എല്ലാവരും ചുറ്റിപ്പറ്റി തന്നോടുകൂടെ നിൽക്കും. നമുക്കതിനടുത്ത് തിരക്കാൻ പറ്റത്തില്ല. എന്നാൽ എങ്ങാനും തന്റെ അടുക്കൽ കടന്നു എന്നൊരു സെൽഫി എടുക്കാൻ പറ്റിയാൽ നമ്മളത് അന്നേരം ഫേസ്ബുക്കിലിടും. നമ്മളത് 10 പേരോട് പറയും. പോകുന്ന കാക്കയോടും പൂച്ചയോടും എല്ലാം നമ്മൾ പറയും, നോക്കേ ഞാന് പിണറായി വിജയൻ സാറിനോട് കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു. നോക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുകൂടെ ഒരു ഫോട്ടോ എടുക്കാൻ നമുക്ക് അവസരം ലഭിച്ച അതൊരു വലിയ പദവിയാണെങ്കിൽ സകലത്തിന്റെയും സൃഷ്ടിതാവും സകലത്തിന്റെയും കാരണഭൂതനുമായവൻ ഇരിക്കുന്ന ഇടത്ത് നമ്മളെയും ഇരുത്തുമെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ? അതൊരു പദവിയില്ലാത്ത കാര്യമാണോ? ആമസ്തോത്രം ഹല്ലേലൂയ. ആരാലും ത്യജിക്കപ്പെട്ട് കിടന്നവരായ നമ്മെ ആമസ്തോത്രം സ്നേഹ സ്വരൂപനായ ക്രിസ്തു ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ പോകുക കേട്ടോ. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ പോവുകയാണ് കേട്ടോ. പക്ഷേ പോയാലും നീ എന്നിലുള്ള പ്രത്യാശ നഷ്ടപ്പെടാതെ എന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ജീവിക്കണം. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ നോക്കി പാർത്ത് ജീവിച്ചവരായിരുന്നു. അവൻ ദീർഘനാളുകൾ അവർ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ പ്രത്യാശ അവരുടെ തലമുറയിൽ കർത്താവ് വരുമെന്നുള്ളതായിരുന്നു. എന്നാൽ ആ പ്രത്യാശയിൽ തന്നെ അവർ വിശ്രമ വീട്ടിലേക്ക് പോയി. ആ പ്രത്യാശ നമുക്ക് കൈമാറി. എന്നിട്ട് പറഞ്ഞു, ലോകത്തിന്റെ എത്ര സുഖ സൗകര്യങ്ങൾ നിങ്ങളെ മാടി വിരിച്ചാലും ഈ ക്രിസ്തുവിന്റെ സ്നേഹം വിട്ട് നിങ്ങൾ പോകരുത് കേട്ടോ. കാരണം വരാമെന്ന് പറഞ്ഞ ഒരുവനുണ്ട്. അവൻ വരും. അവൻ വരുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങളും എന്നോടുകൂടെ കാണണം. അതുകൊണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ ആ വിശുദ്ധിയിൽ നിങ്ങൾ നിലനിൽക്കണം. ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, വരാമെന്ന് പറഞ്ഞു പോയ ക്രിസ്തു വരിക തന്നെ ചെയ്യും. പക്ഷേ അവനോടുകൂടെ എടുക്കപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? 1-2 വാക്കിൽ പറഞ്ഞ് വാക്കുകൾക്ക് വിരാമം കുറിക്കാം. യേശു ക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? 1, അവനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരികെ എന്നുള്ളതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരം പുറമെ പ്രകടമാക്കേണ്ടുന്നതല്ല, അകമേ മാറുമ്പോൾ പുറമെ പ്രകടമായിക്കൊള്ളും. മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ മീശ എടുത്തിട്ട് വെള്ളയും ധരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് ബൈബിളും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നതല്ല മാനസാന്തരം. ഉദാഹരണങ്ങൾ പറയണമെന്നുണ്ട്. മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യൻ ആരാധനയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് കളിയാക്കി, നീ ഇപ്പം പുസ്തകം പിടിച്ചോണ്ട് നടക്കുന്നു, നീ ആരായിരുന്നെന്ന് എനിക്കറിയാം. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പുസ്തകം പിടിച്ചോണ്ട് അനങ്ങാതെ അങ്ങ് വീട്ടിലോട്ട് കയറിപ്പോയപ്പോ നാട്ടുകാർ പറഞ്ഞു, നോക്കേ അവന്റെ മാനസാന്തരം കണ്ടോ, ഇത്രയൊക്കെ ചീത്ത പറഞ്ഞിട്ടും ഈ മനുഷ്യൻ ഒന്നും പറയാതെ നോണ്ട കയറിപ്പോത് കണ്ടോ എന്ന് പറഞ്ഞു. ഈ മാനസാന്തരപ്പെട്ടവൻ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ അവിടെ ചെന്ന് ഈ വെള്ളയും മാറി ഒരു പുള്ളിമുണ്ട് കൊടുത്ത് ഒരു ടീഷർട്ടും ഇട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് പറയാണ്, എന്റെ കയ്യിൽ ബൈബിൾ ഇരുന്നത് കൊണ്ടാ ഞാൻ അനങ്ങാതെ പോയത്, ധൈര്യം ഉണ്ടെങ്കിൽ കയറി വാടാ. നോക്കെ ഈ മാനസാന്തരം എത്രമാത്രമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള മാനസാന്തരമല്ല, അകത്തു മാനസാന്തരം ഉണ്ടാകണം. അങ്ങനെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജാതികളെ സമൂഹങ്ങളാൽ ഇവൻ മാനസാന്തരപ്പെട്ടവനാണെന്ന് പറയിപ്പിക്കണം. സ്തോത്രം. ജാതികളുടെ മറ്റുള്ളവരുടെ സാക്ഷ്യം നമുക്കുണ്ടാകണം, അവൻ മാനസാന്തരപ്പെട്ടവനാണെന്ന്. അങ്ങനെ മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് കർത്താവിന്റെ കൽപ്പനയാകുന്ന ജലത്തിൽ സ്നാനം, മുഴുകൽ സ്നാനമേറ്റ് സഭയുടെ അംഗമായി ദിനം പ്രതി പ്രാർത്ഥനയിലും കൂടിവരവുകളിലും നിന്നുകൊണ്ട് കർത്താവിങ്കിലേക്ക് പ്രത്യാശയോടുകൂടെ നിന്ന് വിശുദ്ധ മേശ അനുഭവിച്ച് അവന്റെ പ്രത്യാശയിൽ നിലനിൽക്കുന്നവരാണ് അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നത്. പെന്തക്കോസ്തിലായതുകൊണ്ട് കർത്താവ് കൊണ്ടുപോകത്തില്ല. പെന്തക്കോസ്തുകാരെ എല്ലാം കൂടെ കൊണ്ടുപോകാനല്ല നമ്മുടെ കർത്താവ് വരുന്നത്. പെന്തക്കോസ്തുകാർ എത്ര പേര് പോകുമെന്ന് നമുക്ക് പോലും അറിയത്തില്ല. എന്നാൽ വചനം പറയുന്നത്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. അതാണ് ആരാധന എന്ന് പറയുന്നത്. യാഗം കഴിക്കണം, ജീവിതം യാഗമായി സമർപ്പിക്കണം. അങ്ങനെ ജീവിതത്തെ മുഴുവനും യാഗമായി സമർപ്പിച്ച് ദൈവത്തോട് നിയമം ചെയ്ത് ദൈവത്തോട് വിശുദ്ധന്മാരായി വിശുദ്ധിയിൽ നിലനിൽക്കുന്നവരെ ചേർക്കാൻ നമ്മുടെ കർത്താവ് വരാൻ സമയമായി. ഈ കർത്താവിന് വേണ്ടി ആരൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്? എത്ര പേരൊരുങ്ങിയിട്ടുണ്ട്? ഒരുങ്ങപ്പെടാത്തവരായി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. ഈ കൺവെൻഷൻ ഇവിടെ ക്രമീകരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ് സഹോദര. മനുഷ്യന്റെ ആയുസ് എപ്പോഴാണ് അവസാനിക്കുന്നത് നമുക്കറിയത്തില്ല. ഏത് സമയവും
ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് മൃത്യു നമ്മെ കടന്നു പിടിച്ചേക്കാം. എന്നാൽ അതിനിടയിൽ നാം ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം ഈ യാത്രയുടെ നടുവിൽ നമ്മുടെ ഒരു രക്ഷയുടെ ദാതാവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ വരിക്കുക, നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുക. എന്നിട്ട് യേശുവിനോട് പറ, അങ്ങയെ ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. അങ്ങന്റെ ഹൃദയത്തിലേക്ക് വരണമേ, അങ്ങന്റെ ജീവിതത്തിന് സമാധാനം തരണമേ. മാത്രമല്ല, ദൈവസഭ കാത്തിരിക്കുന്ന ഞങ്ങളുടെ മേഘത്തിലെ പ്രത്യക്ഷതയിൽ ഞാനും വിടപ്പെട്ടു പോകാതെ നിത്യത കരസ്ഥമാക്കുവാൻ ഒരു വിശുദ്ധനായി ജീവിപ്പാൻ ദൈവം എന്നെയും സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ജാതി ചോദിക്കാതെ, മതം ചോദിക്കാതെ, വർഗം ചോദിക്കാതെ, ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ ചോദിക്കാതെ മനുഷ്യനായി ജനിച്ചവനാണോ നീ? നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നിന്നെയും മകനാക്കി തീർക്കാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. ആ ദൈവത്തെങ്കിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ആമൻ. നമുക്കറിയാവുന്ന ഗാനത്തിന്റെ ചില വരികൾ മാത്രം പാടി ആ പ്രത്യാശ ഒന്നുകൂടെ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ച്, ആ പ്രത്യാശയിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ അകത്തെ മനുഷ്യനെ പ്രത്യാശയിൽ നിലനിർത്തിക്കൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് താങ്കളുടെ ഭവനത്തിലേക്ക് കടന്നു പോകാം. നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു കൺവെൻഷൻ, ഒരു മീറ്റിംഗ് നടത്തുവാൻ ഈ ഭവനവാസികൾ ക്രമീകരിച്ച എല്ലാ നല്ല അവസരത്തിനും നന്ദി അറിയിക്കുന്നു. ബദൽ ഇൻഡിപെൻഡന്റ് ചർച്ച് ബോർഡ് അതിനെല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കിയല്ലോ. പ്രിയ ബിജുച്ചാൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അതിനെടുത്ത ഇനിഷ്യേറ്റീവിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദേശനിവാസികൾക്ക്, സമൂഹത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പ്രത്യാശയുടെ ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. വിഷപ്പല്ലു തകർന്നതാകയാ, ഇനി തല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്റെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശുക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഈഹലോകത്തിൽ താലിനി വേഗമുള്ള രാജരാജ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു
എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ സ്ഥലങ്ങളിലിരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ദൈവവചനം നമ്മൾ ഇതുവരെയും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് നമ്മൾ പ്രാർത്ഥിച്ചു ഈ മീറ്റിംഗ് ഇവിടെ പര്യവസാനിക്കാൻ പോകുകയാകുന്നു. അതിനു മുമ്പായി ഈ സഭയുടേതാകുന്ന സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ സൈമൺ സഹോദരൻ മുമ്പോട്ട് വന്ന് നന്ദി അറിയിക്കുന്നതായിരിക്കും. അതിന് ശേഷം സ്റ്റീഫൻ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുവാൻ തീരുമാനിച്ച നിമിഷം മുതൽ ഇതുവരെയും കർത്താവിന്റെ സാന്നിധ്യം കൂടെയിരുന്നു. എല്ലാ നന്മകളും നൽകി ഇത്രത്തോളം അനുഗ്രഹമാക്കിയ സ്വർഗാത്സവങ്ങളിൽ വസിക്കുന്ന ത്രിയേക ദൈവത്തിന് 1000 സ്തോത്രസ്തുതികൾ ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. സങ്കീർത്തനത്തിൽ പ്രകാരം പറയുന്നല്ലോ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകി, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിച്ചു എന്ന്. ഞാൻ വളരെ നാൾ കൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഇങ്ങനെ ഒരു മീറ്റിംഗ് ഈ മുറ്റത്ത് വെച്ച് നടത്തണമെന്ന്. എന്നാൽ സാങ്കേതികമാകുന്ന ചില കാരണങ്ങളാൽ അത് നടത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രിയ ബിജു ബ്രദറിലൂടെ പ്രവർത്തിച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇന്ന് വൈകിട്ട് ഇവിടെ നടത്തുവാൻ ദൈവം ഇവിടെയൊക്കെ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരുപക്ഷെ വേണമെങ്കിൽ ബിജു ബ്രദറിന് തന്നെ താമസിക്കുന്ന പ്രദേശത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്താമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകി ആ മീറ്റിംഗ് ഇവിടേക്ക് കൊണ്ടുവന്നു. എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗ് നടത്തുവാനും ദൈവം ഇടയാക്കി. ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടി മാങ്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് പ്രാർത്ഥിച്ചാരംഭിച്ചതാകുന്ന ബൈബിൾ സന്ദേശ യാത്ര ഈ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ കടന്നുപോയി ദൈവം അവർക്ക് നൽകിയ രൂപാന്തരത്തെപ്പറ്റി സന്ദേശം അറിയിക്കുകയും ഏതാണ്ട് വൈകിട്ട് 6:30 ഏനാത്ത് സമീപിക്കുകയും ചെയ്തു. രാവിലെ മുതൽ ആ സന്ദേശയാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് അത് ഇപ്പോൾ